കൂടുതൽ സേനാവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ അങ്ങോട്ട് കടന്നു പോകുകയാണ്. ഫയർഫോഴ്സിൻ്റെ കേരള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് നമ്മളൊപ്പം ചേരുകയാണ്. സർ, ഇത് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥനാണ് അല്ലേ? നമ്മളിപ്പോൾ എത്ര അംഗ സംഘമാണ് ഇപ്പം മുകളിലോട്ട്? ഇപ്പോൾ നമ്മൾ സെർച്ചിങ് ആരംഭിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ 80 അംഗ സംഘമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് 8 സെക്ടറായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്നലെ സെർച്ച് കഴിഞ്ഞു. ഇന്നിപ്പോൾ പുരോഗമിക്കുകയാണ്. ഹിറ്റാച്ചിയും സഹായത്തോടു കൂടി തെരച്ചിൽ ആരംഭിക്കും. എവിടെയെങ്കിലും ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ രാവിലെ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്നലെ ഒരു ബോഡി നമുക്ക് കിട്ടിയിരുന്നു സെർച്ചിന് ശേഷം. നമ്മൾ നിൽക്കുന്നത് ഈ ബേലി പാലത്തിന് സമീപമാണ്. ഇവിടെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ ആദ്യ ദിവസം നടത്തിയ രക്ഷാപ്രവർത്തനം കേരളമാകെ കണ്ടതാണ്. വലിയ നമ്മുടെ റിസ്ക് എടുത്തു തന്നെ അല്ലേ? ഇത് നമ്മൾക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഇത്രയും വലിയൊരു മേഖലയിൽ ഉരുൾപൊട്ടി ഉദ്ദേശം 150ഓളം ഫാമിലി തന്നെ ഇല്ലാതാകുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാകുന്നു. ഈ ജില്ലയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ ഫയർ സർവീസിൻ്റെ എത്തിച്ചേരുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. തുടർന്ന് ഇപ്പോൾ കേരള സംസ്ഥാനത്തു നിന്നുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന അംഗങ്ങളും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഒത്തൊരുമിച്ച് തെരച്ചിലും രക്ഷാപ്രവർത്തനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും 8 സെക്ടറെ പറ്റിയുള്ള ഒന്ന് പറയാം. എങ്ങനെയാണ് 8 സെക്ടറായി തിരിച്ചിരിക്കുന്നത്? 8 സെക്ടർ ഇതിൻ്റെ ഭൂപ്രദേശം കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ 8ആയിട്ട് തിരിച്ചിരിക്കുന്നത്. മുണ്ടക്കൈ ടോപ്പ് LP സ്കൂൾ ഭാഗം മുതൽ താഴെ ചൂരമല വരെയുള്ള ഭാഗങ്ങളെ 8ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നിൽക്കുന്നത് താഴ്ഭാഗത്തുമാണ്. ഇനി മുകളിലേക്ക് പോകുന്ന മുണ്ടക്കൈ ടോപ്പ് സ്കൂളിൻ്റെ ഭാഗമാണ് ടോപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ വിശാലമായുള്ള ഈ ഭൂപ്രദേശത്തെ 8 സെക്ടറായിട്ട് തിരിച്ച് 8 സെക്ടറിലും ജില്ലാ ഫയർ ഓഫീസറും സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ ഉദ്ദേശം ഓരോ സെക്ടറിലും 40 പേരടങ്ങുന്ന ടീമാണ് സെർച്ച് ചെയ്യുന്നത്. സെർച്ച് ഇന്ന് വീണ്ടും പുരോഗമിക്കും. തിരക്കുണ്ടെന്നറിയാം. എന്നാൽ ഒരു ചോദ്യം, വനിതാ ആളുകളും ഉണ്ടല്ലേ? സിവിൽ ഡിഫൻസിൻ്റെ വനിതാ അംഗങ്ങളുണ്ട്. അവർക്ക് 3 തരത്തിലുള്ള മികച്ച ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്ന് വന്നവർ ഇതിനു മുമ്പ് ബ്രഹ്മപുരത്തുണ്ടായ വൻ തീപിടുത്തത്തിൽ ഇതുപോലെയുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവരാണ്. അവരുടെ മികച്ച സേവനമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ സിവിൽ ഡിഫൻസിൻ്റെ വനിതാ വിങ്ങും ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. അവരോട് ഒന്ന് ചോദിക്കാം. സിവിൽ ഡിഫൻസിൻ്റെ വനിതാ അംഗങ്ങളാണ് അല്ലേ? ഇവിടെ നിന്നാണ് എത്തുന്നത്? ഇവിടെ 7 പേര് വന്നിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്ത് നിന്ന് 7 പേരുണ്ട് ഇന്ന്. അന്ന് ആ കാലഘട്ടത്തിൽ ബ്രഹ്മപുരത്ത് വലിയ ഒരു അപകടമുണ്ടായപ്പോൾ അതിന് രക്ഷാപ്രവർത്തനം ഏർപ്പെട്ട സിവിൽ ഡിഫൻസ് അംഗങ്ങളൂടെയാണല്ലേ? അതെ അതെ, നമ്മൾ അതിലും ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പെട്ടിമുടിയിലും ഉണ്ട്, ദുരന്തത്തിലും നമ്മളുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇതിലും വന്നിട്ടുണ്ട്. അന്ന് ഈ മറ്റേ എറണാകുളത്തെ രക്ഷാപ്രവർത്തനം പങ്കാളികളായല്ലേ? അതെ അതെ, ബ്രഹ്മപുരം ഉൾപ്പെടെ എല്ലാത്തിലും. ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു വലിയ ദുരിത കാഴ്ചയാണല്ലേ? തീർച്ചയായിട്ടും. ഫസ്റ്റ് ഡേ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്. പിന്നെ 2 ദിവസം മുന്നേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങി 3 റെസ്ക്യൂ ടീമിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഡെഡ് ബോഡിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിങ്ങനെ വീഴുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ എല്ലാവരും ഈ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും ഇതെല്ലാം കണ്ടിട്ട് ഇപ്പോഴും മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആവാത്ത ആൾക്കാരാണ്. മീൻസ് നമുക്കതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാലും. ഈ ദുരിത മുഖത്ത് ഈ രക്ഷാ ദൗത്യത്തിൻ്റെ കൂടൊപ്പം എത്ര ദിവസമായാലും നമ്മൾ ഉണ്ടാകും എന്ന് തന്നെയല്ലേ? നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ്ങും ഇതൊക്കെ ആയിട്ടും പിന്നെ അതിനൊരു മനസ്സും വേണം. ആ മനസ്സോട് കൂടിയ പൂർണ്ണ മനസ്സോട് കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ വനിതാ സിവിൽ ഡിഫൻസ് ആണ്. പലപ്പോഴും കയ്യിൽ വലിയ ഇതൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളും സ്ത്രീകൾക്കും ഇതൊക്കെ സാധ്യമാവുന്ന കൂടിയല്ലേ തെളിയിക്കുന്നത്? തീർച്ചയായും. വോളണ്ടിയറിംഗ് ഇങ്ങനെ സ്ത്രീ പുരുഷനൊന്നുമില്ല. അവനവൻ്റെ ഒരു മനസ്സിൻ്റെ വില്ലിംഗ് പവർ തന്നെയാണ് അതിനെ തീരുമാനിക്കുന്നത്. ഏത് കാര്യവും നമുക്ക് ലേഡീസിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരിക്കലും ഒരു ബാക്ക് ആൻഡ് പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. എന്ത് പ്രവർത്തനത്തിനും ഇറങ്ങി നടക്കാൻ പറ്റുന്നവർ തന്നെയാണ്. ചെയ്യാം. നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ പറ്റും, എന്തും പറ്റും. പ്രിയ, അത്തരത്തിലുള്ള മറ്റൊരു സന്ദേശം നമ്മൾ കുറച്ചു മുമ്പ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകരോടാണ് സംസാരിച്ചെങ്കിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടാണ്. അതിലെ വനിതാ ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. അത് സിവിൽ ഡിഫൻസിൻ്റെ ഭാഗമാണ്. ട്രെയിനിങ് നൽകിയ, നമുക്കറിയാം മുമ്പ് സിവിലിയൻസിന് ഫയർഫോഴ്സ് ട്രെയിനിങ് നൽകുക എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആളുകൾക്ക് നെറ്റിച്ചൊളിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വനിതാ പ്രവർത്തകർ സിവിൽ ഡിഫൻസിന് അവർ പറഞ്ഞു വരുന്നത് ഈ രക്ഷാദൗത്യത്തിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. മനസ്സ് വെച്ചാൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഏത് ദൗത്യത്തിലും
നമുക്ക് മുന്നോട്ട് പോകാമെന്ന വലിയ ഒരു സന്ദേശം ശരി, നമുക്ക് സുജു. ഈ ദുരിതമുഖത്ത് ഫയർഫോഴ്സ് നമുക്കറിയാം. ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ രക്ഷാപ്രവർത്തന ദൗത്യത്തിലേക്ക് കടക്കാൻ പോകുന്നു. അതിൻ്റെ നീക്കങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ അനൂപ് പുഞ്ചിരിമറ്റത്തേക്ക് പോവുകയാണ്. അവിടെ നിന്നും ഉള്ള വിവരങ്ങൾ, അവിടേക്ക് പോകുന്ന വഴിമധ്യേയുള്ള കാര്യങ്ങളാണ് പറയുന്നത്.